അപ്പോൾ ഒരു നോട്ടീസും ഇല്ലാതെയാണ് 20-ാം തീയതി രാവിലെ ഏകദേശം ഒരു 4-4:30 സമയത്ത് വന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കും ബുൾഡോസർ വന്ന് ഏകദേശം ഒരു 5-6 JCB ഉണ്ടായിരുന്നു. ആ JCBയിലാണ് ഒരു രാവിലെ തുടങ്ങി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും 167 ആൾക്കാർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വീട് നഷ്ടപ്പെടുന്നത്. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് 20-ാം തീയതി കഴിഞ്ഞ് 26-ാം തീയതി രണ്ടാമതും JCB ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. JCB വന്നിട്ടുണ്ട്, BBMP സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവിടെയുള്ള സിവിൽ സൊസൈറ്റിയും അതേപോലെ നമ്മുടെ DSU നേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. താൽക്കാലികമായിട്ട് എന്ത് സംവിധാനവും ഒരുക്കിയെന്ന് ക്ലിയർ ആക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഒരു ടാർപോളിൻ ഷീറ്റും കുറേ സിവിൽ സൊസൈറ്റീസ് കൊടുത്ത ബ്ലാങ്കറ്റും മാത്രമാണ് അവർക്കുള്ളത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരഗൌഡയ്ക്ക് 2 തവണ ലെറ്റർ കൊടുത്തതാണ്, ആളെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും ഏതെങ്കിലും ഒരു കേരള ലീഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. ബാംഗ്ലൂർ യലഹങ്കയിൽ കർണാടക സർക്കാർ നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ അടിമകളെയും നമ്മൾ കണ്ടു. ഒരു നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരോട് അവിടുത്തെ ഭരണകൂടം നടത്തുന്ന അക്രമങ്ങളും അവഗണനയുമൊക്കെ രാഷ്ട്രീയം നോക്കി വിലയിരുത്തുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ നമ്മെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ചില ആളുകൾ ഭരണകൂടം നടത്തുന്ന ആ അക്രമത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അവർ പറയുന്നത്, ആ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇത് യോഗി ചെയ്ത പോലുള്ള അക്രമമല്ല, ഇത് ഉത്തരേന്ത്യയിൽ നടത്തുന്ന പോലെയുള്ള ബുൾഡോസർ രാജ് അല്ല എന്നാണ് ഈ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ഭരണകൂടവും അവരെ ന്യായീകരിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗവൺമെൻറ് പ്രൊജക്റ്റ് വരുന്നുണ്ട്, അവിടെയുള്ളവർ അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരാണ് എന്നൊക്കെയുള്ള വരികൾ കൂടെയുണ്ട് ഇവരുടെ ന്യായീകരണത്തിൽ. വീട് നഷ്ടപ്പെട്ടവരെ ആകർഷണീയമായി പുനരധിവസിപ്പിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേവലം അണികളോ അല്ലെങ്കിൽ ചോട്ടാ നേതാക്കളോ മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതാവായ കുഞ്ഞാലിക്കുട്ടി വരെ അത്തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺഗ്രസ് ഭരണകൂടം നടത്തിയ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉരുണ്ട് മറിയുന്നത് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ യോഗിക്കും ഉണ്ടായിരുന്നു, നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും BJPക്കും സംഘ് പരിവാറിനൊക്കെ ഇതുപോലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ കർണാടകയിൽ നടന്ന ആക്രമണങ്ങൾ മാത്രം എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അവർക്കും ഇതുപോലത്തെ ന്യായീകരണങ്ങൾ ഉണ്ടാവില്ലേ? ആ ന്യായീകരണങ്ങളെ നിങ്ങൾ ആരെങ്കിലും വകവെച്ച് കൊടുത്തോ? എന്നിട്ട് ഈ ന്യായീകരണത്തെ മാത്രം നമ്മളൊക്കെ എല്ലാവരും വകവെച്ച് തരണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അവിടെ യോഗി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ BJP ഭരണകൂടം ചെയ്യുമ്പോൾ അത് അക്രമവും, ഇവിടെ കോൺഗ്രസ് ഭരണകൂടം ചെയ്താൽ അത് നീതിയും. എങ്ങനെയാണ് ഒരു ഇരട്ട നീതി നിങ്ങൾക്ക് കിട്ടിയത്? എവിടെ നിന്നാണ് ഈ ഒരു ഇരട്ട നീതി നിങ്ങൾക്ക് ലഭിച്ചത്? ആദ്യം അവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞാൽ മനസ്സിലാവില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞാൽ, കോൺഗ്രസ് നേതാക്കന്മാരോ ലീഗ് നേതാക്കന്മാരാണെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയും. ഇനി CPM ആണെങ്കിൽ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരെ എതിർത്തുകൊണ്ട് പറയും. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ വർത്തമാനമൊന്നും നമ്മൾ കേൾക്കണ്ട. അവിടെ 5 വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകൻ, അയാൾ പറയട്ടെ എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. നിങ്ങൾക്കൊന്ന് കേൾക്കാം. അവിടെ നടന്നിരിക്കുന്ന ബുൾഡോസർ രാജ് അത് UPയിലേത് പോലെയല്ല, അത് ഒരു റവന്യൂ റിക്കവറി മാത്രമാണ് എന്നാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദുര്യോധന വേദി, അതായത് വർക്കിംഗ് പീപ്പിൾ ഫോറത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളിവിടെ ഒരു 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഫക്കീർ കോളനിയും വസീം ലേഔട്ടും. ഇതിൽ ഫസ്റ്റ്ലി ഇവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇവിടുത്തെ വോട്ടവകാശവും റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാം ഉള്ള ഒരു ആൾക്കാരുമാണ്. അപ്പം ഇതുവരെ എന്തെങ്കിലും ഒരു നോട്ടീസ് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രയറായിട്ട് നമ്മൾക്ക് എന്തായാലും അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ ഹെൽത്തിൻ്റെ ഫെസിലിറ്റീസും ഉണ്ട്, അതേപോലെ എൻടൈറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നോട്ടീസും ഇല്ലാതെയാണ് 20-ാം തീയതി രാവിലെ ഏകദേശം ഒരു 4-4:30 സമയത്ത് വന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കും ബുൾഡോസർ വന്ന് ഏകദേശം ഒരു 5-6 JCB ഉണ്ടായിരുന്നു. ആ JCBയിലാണ് ഒരു രാവിലെ തുടങ്ങി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും 167 ആൾക്കാർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വീട് നഷ്ടപ്പെടുന്നത്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫക്കീർ കോളനി ഉണ്ട്, വസീം ലേഔട്ടും ഉണ്ട്. അപ്പോൾ ഫക്കീർ കോളനിയിൽ ഏകദേശം 85 വീടും അതേപോലെ വസീം ലേഔട്ടിൽ 82 വീടുമാണ് നഷ്ടപ്പെട്ടത്. ഒരു രാവിലെ ഒരു 6 മണിയാകുമ്പം തുടങ്ങിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഫക്കീർ കോളനി ഏകദേശം ഡെമോളിഷ് ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് വസീം ലേഔട്ടിൽ ഡെമോളിഷൻ തുടങ്ങിയത്.
അപ്പം ഒരു രേഖയും ഇല്ല, റവന്യൂ റിക്കവറി ആണെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും നോട്ടീസോ കാര്യങ്ങളോ ക്ലിയർ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതിനെ പറ്റിയിട്ട് ഒരു ന്യൂസും ഇതുവരെ വന്നിട്ടുമില്ല. നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രാവിലെ 20-ാം തീയതി രാവിലെ ഒരു ശനിയാഴ്ച, അപ്പം ആ ശനിയാഴ്ച തൊട്ട് ഇന്നത്തേക്ക് ഇപ്പം 9 ദിവസമായി. അവർക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഒരു ബേസിക് നെസസിറ്റി ആയിട്ടുള്ള വാഷ്റൂം, ടോയ്ലറ്റ്, ബേസിക് ഫുഡ്, അല്ലെങ്കിൽ അവർക്കൊരു ബ്ലാങ്കറ്റ്. ഇപ്പം ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 17 ഡിഗ്രി to 15 ഡിഗ്രി വരെ നൈറ്റിലും ഏർലി മോർണിംഗിലും ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അതും നട്ടുച്ച നേരത്ത് നല്ല ചൂടുണ്ട്. ഒരു ബേസിക് ഫെസിലിറ്റിയും ഇല്ലാതെയാണ് ഒരു 167ഓളം ജനങ്ങളുടെ വീട് നഷ്ടപ്പെടുന്നത്. അതിൽ ഏകദേശം 1000-ഓളം ആൾക്കാരുണ്ട്. അതിലൊരു 300-ന് മുകളിൽ ചിൽഡ്രൻസ് ഉണ്ട്, പ്രഗ്നന്റ് വുമൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാരെ ഒറ്റയടിക്ക് ഇവാക്യുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്ത് പുറത്താക്കുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഒന്നുമില്ല, ഒന്നും കാണാനുമില്ല. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് 20-ാം തീയതി കഴിഞ്ഞ് 26-ാം തീയതി രണ്ടാമതും JCB ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. JCB വന്നിട്ടുണ്ട്, BBMP സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവിടെയുള്ള സിവിൽ സൊസൈറ്റിയും അതേപോലെ നമ്മുടെ DSU നേർന്ന് മനുഷ്യച്ചങ്ങളെ തീർത്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. അവരന്നും പറയുന്നത് നമുക്ക് ബോർഡർ ഫെൻസ് ചെയ്യണം, നമുക്ക് അവിടുത്തെ ഏരിയ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് രണ്ടാമതും വന്നിട്ടുണ്ട്. അതുവരെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല. ഇവർക്കുള്ള ഫുഡ് ആണെങ്കിലും ഇവർക്ക് വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ സിവിൽ സൊസൈറ്റീസ് തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിൽക്കുന്നുണ്ട്. ഒന്നാമത് 5 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് അതിനെപ്പറ്റി ക്ലിയറായ ക്ലാരിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് പുറകെ തന്നെ നമ്മൾ അവിടെ സർവേ ചെയ്തു, എത്ര വീടുണ്ട്, എത്ര ക്ലാരിറ്റി ഉണ്ട്, അതിൽ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്, എത്ര ആൾക്കാർക്ക് എന്തെങ്കിലും. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഉറുദു സ്കൂളുണ്ട്, ഒരു ഗവൺമെന്റ് കർണാടക സ്കൂളുണ്ട്. അവിടെ ഒന്നും ഒരു വാഷ്റൂം ഫെസിലിറ്റി പോലും ഇല്ല. ഇന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം, ഇവിടെ വന്ന മീഡിയാസിനോട് ചോദിക്കാം. ഇപ്പൊ ഈ ചെറിയ പിള്ളേരായാലും പ്രഗ്നന്റ് ലേഡീസ് ആയാലും എല്ലാവരും അവർക്ക് ഒരു പോയി കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. അവരെ പൊളിഞ്ഞ വീടിന്റെ മുകളിൽ ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടിയിട്ട് തന്നെയാണ് അവരെ അവിടെ നിൽക്കുന്നത്. താൽക്കാലികമായിട്ട് എന്ത് സംവിധാനം ഒരുക്കിയെന്ന് ക്ലിയർ ആക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഒരു ടാർപോളിൻ ഷീറ്റും കുറെ സിവിൽ സൊസൈറ്റീസ് കൊടുത്ത ബ്ലാങ്കറ്റും മാത്രമാണ് അവർക്കുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് വാട്ടർ ക്യാൻ സംവിധാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വാഷ്റൂംസ് ഉണ്ട്? കോൺഗ്രസിന്റെ ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരഗൌഡയ്ക്ക് 2 തവണ ലെറ്റർ കൊടുത്തതാണ്, ആളെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും ഏതെങ്കിലും ഒരു കേരള ലീഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നത്. കേട്ടല്ലോ, ഒരു രാഷ്ട്രീയ ലാഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അയാളിത് പറഞ്ഞിട്ടുള്ളത്. അവിടെ നടന്ന സംഭവം കൃത്യമായി പറഞ്ഞതാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ. BJP കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാറും RSSും അവർക്ക് ഭരണം നിലനിർത്താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എതിർക്കുന്ന കോൺഗ്രസ് ഭരണകൂടവും കോൺഗ്രസ് പാർട്ടിയൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഒട്ടും പ്രതീക്ഷിതല്ല. ഈ പാവങ്ങൾക്ക് ഒരു പേപ്പറും കൊടുക്കാതെയാണ്, ഒരു മുന്നറിയിപ്പും കൊടുക്കാതെയാണ് ഇവരുടെ വീടുകൾ ഇടിച്ചു നിരപ്പാക്കിയതെന്നാണ് ഈ സഹോദരൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്. അപ്പോൾ എത്ര അനീതിയാണ് അവരോട് കാണിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഭരണകൂടം. എന്നിട്ടും അതിൻ്റെ നിജസ്ഥിതി അറിയാൻ ശ്രമിക്കാതെ ആരുടെയൊക്കെയോ വോയിസ് കേട്ടുകൊണ്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുകയാണ് അവരെ കാണുമ്പോൾ. മാത്രമല്ല, നമ്മളൊക്കെ അങ്ങേയറ്റം പേടിക്കുകയാണ് ഇവരുടെ ന്യായീകരണം കാണുമ്പോൾ. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ അക്രമങ്ങളെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പേടിയാണ്. കാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങളും അക്രമങ്ങളും മനുഷ്യത്വരഹിതമായ ഒരുപാട് ദുഷ്പ്രവർത്തികൾ അതൊക്കെ ഇവരുടെ പാർട്ടി നേതാക്കൾ ചെയ്യുമ്പോൾ, ഇവരുടെ ഭരണകൂടം ചെയ്യുമ്പോൾ അതിനെയും ഇതുപോലെ ന്യായീകരിക്കൂലേ? അതിനെതിരെ പ്രതികരിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഇവിടെ ആളുകളില്ലാതായി പോകൂലേ? സത്യത്തിൽ ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ കരുതിയത് ഇത്തരം ക്രൂരമായ ആക്രമണങ്ങൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നടപ്പാക്കൂല, അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ ഇവർ മുമ്പിലുണ്ടാവും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇവരുടെ തന്നെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെയാണ് ഇവരെ നമ്മൾ വിശ്വസിച്ച് ഭരണം ഏൽപ്പിക്കുക? ഇവർക്ക് എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വോട്ട് കൊടുക്കുക? സത്യത്തിൽ ഇവിടെ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്? എല്ലാവരും അവരുടെ പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ്. എല്ലാവരും അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അല്ലാതെ ഇവിടുത്തെ പാവങ്ങളായ ജനങ്ങൾക്ക് ഇവിടെ ആരുമില്ല. തെരുവിൽ കഴിയുന്ന ആളുകൾക്കൊന്നും ഇവിടെ ആരും അത്താണിയായിട്ടില്ല. ഈ പാർട്ടിക്കാരൊക്കെ അവരുടെ അധികാരം മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അതിനുവേണ്ടി ഏത് നെറികേടിനും അവർ കൂട്ടുനിൽക്കും, ഏത് പൈശാചിക പ്രവർത്തനത്തിനും അവർ കൂട്ടുനിൽക്കും. അതാണല്ലോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവർ ന്യായീകരിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ?
ഈ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അത്ര ഭീകരമായിട്ട് അവർക്ക് തോന്നൂല, അത്ര നീച പ്രവർത്തികളായിട്ട് അവർക്ക് തോന്നൂല. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ഭാവിയിലും ഇവരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും. ഇതിനെ ഇവരുടെ ഭാഗത്ത് തന്നെ ശക്തമായിട്ട് എതിർത്താലല്ലേ ഇത്തരം അക്രമങ്ങൾ ഇനി വരാതിരിക്കുള്ളൂ. എന്നാൽ ഈ പാർട്ടിയുടെ ഇവരുടെ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതിനൊക്കെ ന്യായീകരിക്കാൻ നിന്നാൽ ഇതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് നമ്മുടെ നാട്ടിൽ മാറും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടാവസ്ഥ. ഇപ്പോൾ ഈ കർണാടക സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞെന്താണ്, ഈ കുടിയേറി പാർത്തവർ അവിടെ അനധികൃതമായിട്ട് താമസിച്ചവരാണ്, അവിടെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് വരാനിരിക്കുന്നു എന്നൊക്കെയല്ലേ. അങ്ങനെയാണെങ്കിൽ മുനമ്പം വഖഫ് ഭൂമിയിൽ കുറേ ആളുകൾ അനധികൃതമായിട്ടാണ് താമസിക്കുന്നത്. അത് വഖഫ് ഭൂമിയാണെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു. എന്നിട്ട് എന്താണ് ഇവരുടെ നേതാവായ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞത്? അത് വഖഫ് ഭൂമി അല്ല എന്നാണ്. നിങ്ങൾ ആരും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു നീതിയും അവിടെ വേറെ നീതിയും ആവുന്ന എങ്ങനെയാണ്? എങ്ങനെ ഈ ഇരട്ട നിലപാടിലേക്ക് എത്തുന്നത്? ഇതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ട്, അവിടുത്തെ പ്രശ്നത്തും ന്യായീകരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തുറന്നു പറയാനും തെറ്റ് സംഭവിച്ചതിനെ തെറ്റ് സമ്മതിക്കാനും കഴിയണം. അതല്ലെങ്കിലും ഏതെങ്കിലും ആളുകൾ അതിനെ വിമർശിക്കുമ്പോഴേക്കും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റു ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ വിടുവായത്തുണ്ടല്ലോ, അത് ഒഴിവാക്കണം. നമ്മുടെ സ്വന്തം നേതാക്കന്മാരാണെങ്കിലും സ്വന്തം പാർട്ടിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും സ്വന്തം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റ് സംഭവിച്ചാൽ തെറ്റ് സമ്മതിക്കുക തന്നെ വേണം, അതിനെ എതിർക്കുക തന്നെ വേണം. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാത്തത് നല്ലത്. രാഷ്ട്രീയ നേതാക്കന്മാരല്ലാത്ത സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാത്ത നല്ലത്. ഇറങ്ങി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രാഷ്ട്ര സേവനോ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം ആവൂല വലുത്. എന്ത് നെറികേട് ചെയ്താലും എന്ത് അക്രമം ചെയ്താലും നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും. നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അഥവാ നിങ്ങൾക്ക് ഈ രാഷ്ട്ര സേവനമാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, സാമൂഹ്യ പ്രവർത്തനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇതേ ബാംഗ്ലൂരിൽ തന്നെ SYSൻ്റെ സാന്ത്വന പ്രവർത്തകർ അവിടെ സേവനം നടത്തുന്നുണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ചിത്രങ്ങൾ കാണാൻ പറ്റും. അവർ കൈമൈ മറന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവർക്ക് സേവനം ചെയ്യാണ്. 4 വോട്ടിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അധികാരത്തിനോ ഏതെങ്കിലും നിയമസഭാ സീറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവർ ഈ സമൂഹത്തിൻ്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, ഈ നാടിൻ്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്? അവർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് നഷ്ടപ്പെടുക എന്നല്ലാതെ ഒരു രൂപ പോലും അതിനവർക്ക് പ്രതിഫലം കിട്ടുന്നില്ല. അവർ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാണ്. അപ്പോൾ അത്തരത്തിലുള്ള സേവന പ്രവർത്തനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, രാഷ്ട്ര സേവനോ സാമൂഹ്യ പ്രവർത്തനമൊക്കെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കൂ, ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. അല്ലാതെ ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് അടിമവേല ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് നറികേടും കാണിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട. ആത്മാർത്ഥതയുള്ള സാമൂഹ്യ പ്രവർത്തകരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകർ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ന്യായീകരിക്കാൻ നിൽക്കില്ല. ഉള്ളതുപോലെ തുറന്നു പറയും. അത് തങ്ങൾ വോട്ട് കൊടുത്ത പാർട്ടിക്കാണെങ്കിലും ഇനി അല്ലാത്ത മറ്റു പാർട്ടിക്കാണെങ്കിലും ഉള്ളതുപോലെ തുറന്നു പറയും. അല്ലാതെ തങ്ങൾ പിന്തുണക്കുന്ന പാർട്ടി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കും, എതിർ പാർട്ടി എന്ത് നന്മ ചെയ്താലും അതിനെ വിമർശിക്കും. ആ തരത്തിലുള്ള ഒരു കക്ഷി രാഷ്ട്രീയമല്ല നമ്മുടെ നാട്ടിൽ ആവശ്യം. അത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയമായിട്ടാണ് നമ്മുടെ നാട് ഇത്തരത്തിൽ നശിച്ചു പോകുന്നത്. ഇവിടെ കർണാടകയിൽ ഇത്തരം വലിയ സംഭവം നടന്നിട്ട് അതൊന്നും അറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവുണ്ട് അവിടെ, ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ട് അവിടെ. അവരുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ് നമുക്ക് വിചാരിക്കുക. കാരണം കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ രാജ്യത്ത് ഇതന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അക്രമ രാഷ്ട്രീയവും ഇത്തരം വർഗീയ വിഭജനവും ഒക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർ പിന്നെ അങ്ങനെ തന്നെ ആയി നോക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതുമാത്രമല്ല, BJP ഭരണകൂടം ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം നടത്തുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരാണല്ലോ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പാവപ്പെട്ട ജനങ്ങളെ ആ ഒരു പേപ്പറും കൊടുക്കാതെ ആ ഒരു തെരുവിൽ നിന്നും പുറത്താക്കുന്നത്, അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇനി ഓക്കെ, അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്നാലും ആ സംഭവത്തെ ന്യായീകരിക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് സമ്മതിച്ചാൽ പോരെ? എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ നടക്കുന്നത്? അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആരൊക്കെയോ പറഞ്ഞ വോയിസ് എടുത്ത് ഗ്രൂപ്പിലിടുക, അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുക. അവസാനം അവരുടെ തന്നെ വലിയ നേതാവ് പറഞ്ഞു ആ സംഭവം വല്ലാത്ത ചെയ്തായി പോയി എന്നുള്ളത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ഇത്തരം അക്രമ സ്വഭാവങ്ങളിലേക്ക് പോയാൽ BJP ചെയ്യുന്ന BJPയെ മാതൃകയാക്കി ഇത്തരത്തിലുള്ള
പാവങ്ങൾക്ക് നേരെയുള്ള ഒരു കയ്യേറ്റ ശ്രമം നടത്തുകയാണെങ്കിൽ പിന്നെ BJP ഭരണകൂടവും കേന്ദ്ര സർക്കാരും ഒക്കെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് ഇതിനെ എതിർക്കുക? ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ അധികാരത്തിലേക്ക് പറഞ്ഞു വിടുക? സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ രാഷ്ട്രീയം ഇതാണ്. ഒരു പാർട്ടിയെ നമുക്ക് വിശ്വസിച്ച് കൂടെ നിൽക്കാൻ പറ്റില്ല. ഏത് പാർട്ടിയും അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട്, സമ്പന്നരായ ആളുകൾക്ക് ഓശാനം പേടാൻ വേണ്ടിയിട്ട് പാവങ്ങൾ അടിച്ചമർത്തുന്ന ഒരു പ്രവണത തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഈ കർണാടകയിൽ ബാംഗ്ലൂർ നടന്നിട്ടുള്ളതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതിനെ ന്യായീകരിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.